ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ മോഡേൺ അഗ്രികൾച്ചറിൻ്റെ എഫക്ട്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കൊരു പുതിയൊരു റിസോഴ്സിനെ പരിചയപ്പെടാം. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാൻഡ് റിസോഴ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എന്താണ് ലാൻഡ്? ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫൈനൈറ്റ് ആൻഡ് വാല്യുബിൾ റിസോഴ്സസ് അപ്പോൺ വിച്ച് വി ഡിപ്പെൻഡ് ഫോർ അവർ ഫുഡ്, ഫൈബർ ആൻഡ് ഫ്യൂവൽ വുഡ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുഡിനാണെങ്കിലും ഫൈബർ, അതുപോലെ തന്നെ ഫ്യൂവൽ വുഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഏരിയനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ലാൻഡായിട്ട് പറയാം. ഓക്കെ, ഇറ്റ് ഫോംസ് അബൌട്ട് 1/5 ഓഫ് ദി എർത്ത് സർഫസ്. അതായത് ഭൂമിയുടെ ഒരു 1/5 ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലാൻഡ് ഏരിയയാണ്. ഓക്കെ, then land is not only used by man but by all organisms. നമ്മൾ മനുഷ്യർ മാത്രമല്ല ഈ ഒരു ലാൻഡ് അല്ലെങ്കിൽ ഭൂമി നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ ഓർഗാനിസംസും എന്താണ്? നമ്മുടെ ഈ ഒരു ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. Then most human or natural activities need space for their location and development. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ആക്ടിവിറ്റീസിനൊക്കെ എന്താണ്? നമ്മൾ ഈ ഒരു ലാൻഡ് ഏരിയ ഓരോ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലാൻഡ് റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then the space is provided by land for various uses. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. such as food, energy production, waste disposal, industrial, commercial and residential purposes. നമ്മൾ വീട് വയ്ക്കാനും ഇൻഡസ്ട്രിയൽ വർക്ക്സിനും കൊമേഴ്ഷ്യലായിട്ടും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും എനർജിക്ക് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാൻഡ് യൂസ് ചെയ്യുന്നത്. Then change in the land use pattern affects hydrological cycle, pollution of land, water and air, disruption of natural habitats and degradation of soils. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഒരു ലാൻഡ് ഒരു നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ലാൻഡ് എന്ത് ചെയ്യും? പൊല്യൂട്ടഡ് ആയി പോവും, അല്ലേ? മലിനീകരിക്കപ്പെട്ടു പോവും. പിന്നെന്താ? വാട്ടറും എയറൊക്കെ എന്ത് ചെയ്യും? സെയിം പൊല്യൂട്ടഡ് ആയി പോവും. അതുപോലെ തന്നെ അവിടെയുള്ള നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് അതിനൊക്കെ എന്ത് ചെയ്യും? അത് നശിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലൊക്കെ എന്ത് വരും? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ റോങ് ലാൻഡ് യൂസ് പാറ്റേൺ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ലാൻഡ് റോങ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്ന്? ഓക്കെ, അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ്ഡ് ആസ് അർബൻ ഏരിയ. നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ത് ചെയ്യാണ്? നഗരവൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ കെട്ടിടങ്ങളും സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ ഏരിയ, നമ്മൾ കൃഷി ചെയ്യുന്ന ഏരിയ ഒക്കെ നികത്തി ആക്കുമ്പോൾ നമുക്ക് എന്താണ്? ആ ഒരു ലാൻഡ് ഒരു റോങ് പാറ്റേൺ യൂസാണത്. ദെൻ ഫോറസ്റ്റഡ് ഏരിയ ഫോർ മൈനിങ് ആൻഡ് ബിൽഡിംഗ് ഡാംസ്. ഫോറസ്റ്റ് ഏരിയാസൊക്കെ എന്താ? മൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാം അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറും. ദെൻ അഗ്രികൾച്ചർ ലാൻഡ്സ് ആർ കൺവേർട്ടഡ് ആസ് ബിൽഡിംഗ് പ്ലോട്ട്സ് ആൻഡ് ടൗൺഷിപ്സ്. അഗ്രികൾച്ചർ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയിടങ്ങളൊക്കെ എന്താണ്? ബിൽഡിംഗ് പ്ലോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചില ടൗണൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുക. ദെൻ ഫോറസ്റ്റ് ആർ കൺവേർട്ടഡ് ടു അഗ്രികൾച്ചർ ലാൻഡ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കുറച്ച് മരങ്ങളും ഇതൊക്കെ ഉള്ള ഏരിയ എന്ത് ചെയ്യുന്നു? വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ കൃഷി തുടങ്ങുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? ലാൻഡിൻ്റെ ഒരു റോങ് പാറ്റേൺ യൂസാണ്. അതിന് കാരണങ്ങൾക്ക് എന്തൊക്കെയാണ്? സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, സലൈനേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്. സലൈനേഷനൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ മണ്ണിലുള്ള മിനറൽസിൻ്റെ കണ്ടൻറ്റ്. അതുപോലെ തന്നെ വാട്ടർ ലോഗിങ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതായത് കൃഷി നമ്മുടെ കൾട്ടിവേഷൻ എന്താ? ഷിഫ്റ്റ് ചെയ്യുക. ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമി ആക്കപ്പെടുക. അതുപോലെ തന്നെ അർബനൈസേഷൻ, നഗരങ്ങളൊക്കെ ഉണ്ടാക്കുക. കണ്ടാമിനേഷൻ ഓഫ് സോയിൽ വിത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. നമ്മുടെ സോയിലൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടൊക്കെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അത് പൊല്യൂട്ടഡ് ആയി പോവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ മണ്ണ് മലിനീകരിക്കപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു റോങ് പാറ്റേൺ യൂസൊക്കെ എന്ന് പറയുന്നത് ഇതും അതിനൊരു കാരണങ്ങളാണ്, മറ്റു കാരണങ്ങളാണ്. ഓക്കെ, ദെൻ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മണ്ണിൽ ഇതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ് ഈ ഒരു ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത് മണ്ണിൽ ഇതായി കഴിഞ്ഞാൽ അതൊരു നമുക്കൊരു
നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ എന്താണ് മണ്ണൊലിപ്പ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് റിമൂവൽ ഓഫ് ദ സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് ദ സോയിൽ ബൈ ദ ആക്ഷൻ ഓഫ് വാട്ടർ, വിൻഡ് ഓർ ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ. അതായത് നമ്മുടെ ടോപ്പ് സോയിലിൻ്റെ ആ ലെയർ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണും ആ കാര്യങ്ങളൊക്കെ എന്താ വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ വിൻഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ വല്ല ആക്ടിവിറ്റീസ് കാരണമൊക്കെ എന്ത് ചെയ്യാണ് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. നോർമൽ ഇറോഷനുണ്ട്, ആക്സിലറേറ്റഡ് ഇറോഷനുണ്ട്. നോർമൽ ഇറോഷനെ നമ്മൾ ജിയോളജിക് ഇറോഷൻ എന്ന് പറയും. എന്താണ് ജിയോളജിക് ഇറോഷൻ അല്ലെങ്കിൽ നോർമൽ ഇറോഷൻ? ബൈ ദ ഗ്രാജുവൽ റിമൂവൽ ഓഫ് ടോപ്പ് സോയിൽ ബൈ നാച്ചുറൽ പ്രോസസ്. അതായത് ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ സോയിലിൻ്റെ ടോപ്പ് സോയിലിൻ്റെ ആ ഒരു ടോപ്പ് ലെയർ ഉണ്ടായിരിക്കില്ല, അതെന്ത് ചെയ്യാണ് നമ്മുടെ പ്രകൃതിയിൽ ഇപ്പോൾ കാറ്റോ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തിട്ട് റിമൂവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നോർമൽ ഇറോഷൻ അല്ലെങ്കിൽ ജിയോളജിക് ഇറോഷൻ എന്ന് പറയും. ദെൻ ആക്സിലറേറ്റഡ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ ആന്ത്രോപോജനിക് മാൻ മെയ്ഡ് ആക്ടിവിറ്റീസ്. അതായത് മനുഷ്യൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാരണം മണ്ണിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് എന്താ പറയുക ആക്സിലറേറ്റഡ് ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഏജൻസ് ഓഫ് സോയിൽ ഇറോഷൻ. 2 തരത്തിലാണ് സോയിൽ മണ്ണൊലിപ്പിന് കാരണമാവുന്ന ഏജൻസ് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ക്ലൈമാറ്റിക് ഏജൻസ് ഉണ്ട്, ബയോട്ടിക് ഏജൻസും ഉണ്ട്. ക്ലൈമാറ്റിക് ഏജൻസിൽ പെടുന്നതാണ് വാട്ടർ, വിൻഡ് ഒക്കെ പറയുന്നത്, നേരത്തെ പറഞ്ഞു. ബയോട്ടിക് ഏജൻസ് ആണ് ഗ്രേസിങ്, മൈനിങ്, ഡീഫോറസ്റ്റേഷൻ. അതായത് കന്നുകാലികളൊക്കെ ഒരുപാട് മേഞ്ഞ് നടന്നാൽ നമ്മുടെ ആ ടോപ്പ് സോയിൽ മണ്ണിൻ്റെ ആ ഒരു ടോപ്പ് സോയിലൊക്കെ എന്താ നമുക്ക് മലിനീകരിക്കപ്പെട്ടു പോകും. ഓക്കെ, അല്ലെങ്കിൽ അത് മണ്ണൊലിപ്പ്, അത് മണ്ണ് നഷ്ടപ്പെടാൻ കാരണമാവും. അതുപോലെ തന്നെ മൈൻ ചെയ്യുമ്പോൾ, പിന്നെ ഡീഫോറസ്റ്റേഷൻ, അങ്ങനെയൊക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോഴൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 ഏജൻസ് ആണ്, ഒന്ന് ക്ലൈമാറ്റിക് ഏജൻസും സെക്കൻഡ് വൺ ബയോട്ടിക് ഏജൻസും. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്തത് വരുന്നത് വാട്ടർ ഇൻഡ്യൂസ്ഡ് സോയിൽ ഇറോഷൻ. നമ്മുടെ വെള്ളം കാരണം അല്ലെങ്കിൽ ജലം കാരണം എന്താണ് നമുക്ക് സോയിൽ ഇറോഷൻ എങ്ങനെയാണ്, അത് കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഷീറ്റ് ഇറോഷൻ. ഷീറ്റ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റിമൂവൽ ഓഫ് തിൻ ലെയർ ഓഫ് സോയിൽ ഫ്രം എ ലാർജ് സർഫസ് ഏരിയ. അതായത് ഒരുപാട് ഏരിയയിൽ നിന്നിട്ട് അവിടുന്ന് എന്താണ് നമ്മുടെ ടോപ്പ് സോയിലുള്ള ആ ഒരു തിൻ ലെയർ എന്താണ് ഒന്നായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് വെള്ളം നമ്മളിപ്പം വെള്ളമൊക്കെ ഒഴുകി പോകുന്ന സമയത്ത് ആ ഒരു ടോപ്പ് സോയിലിൽ ആ ലെയറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡാണ് എന്ത് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ദെൻ റിൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ഷേപ്പ്ഡ് ഗ്രൂവ്സ്. ഓരോ നമ്മുടെ ഒരു വിരലിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലൊക്കെ എന്താണ് കുഴി പോലത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂവ് പോലെയൊക്കെ ഷേപ്പിൽ എന്ത് ചെയ്യാണ് മണ്ണ് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനാണ് റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സ്ലിപ്പ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിൽ ഏരിയയിലും അതുപോലെ തന്നെ മൗണ്ടെയ്ൻസും മലകളിലൊക്കെ എന്താണ് ആ ഒരു സ്ലോപ്പ് ഏരിയയിലൊക്കെയാണ് ഈ ഒരു എന്താണ് സ്ലിപ്പ് ഇറോഷൻ വരുന്നത്. അതായത് മഴയൊക്കെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് എന്താണ് ആ ഒരു ചെരിഞ്ഞ ആ ഒരു പ്രതലത്തെ മണ്ണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒലിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ സ്ട്രീം ബാങ്ക് ഇറോഷൻ. എന്താണ് മേക്സ് കർവ്സ് ഇൻ ബാങ്ക്സ് ഓഫ് സീ. നമ്മുടെ കടലിൻ്റെ തീരങ്ങളിലൊക്കെ എന്താണ് ഓരോ ഒരു ഗുഹ പോലെ ഇങ്ങനെ ഓരോ മണ്ണിൻ്റെ ഇതിങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനാണ് സ്ട്രീം ബാങ്ക് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഭാഗത്തുള്ള മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്താണ് അങ്ങനെയൊക്കെ ഓരോ കേവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. ഓക്കെ, അടുത്തൊരു ഇതാണ് നമ്മളിപ്പോൾ വാട്ടർ മൂലം നമ്മുടെ സോയിൽ ഇറോഷൻ എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി അടുത്തത് വിൻഡ് ഇൻഡ്യൂസ്ഡ് ഇറോഷൻ. നമ്മുടെ കാറ്റൊക്കെ കാരണം എങ്ങനെയാണ് സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത്. അത് 3 ടൈപ്പാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സാൾട്ടേഷൻ എന്ന് പറയുന്നത് 1 മുതൽ 15 മില്ലിമീറ്റർ ഡയമീറ്ററിൽ എന്താണ് സോയിൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ് മൂവ് ചെയ്യാണ് അല്ലെങ്കിൽ മാറ്റപ്പെടുകയാണ്. ആ ഒരു സിറ്റുവേഷനാണ് സാൾട്ടേഷൻ എന്ന് പറയുന്നത്.
ദെൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾ മൂവ്മെൻറ്റിനെയാണ് എങ്ങനെയാണ് ലെസ് ദാൻ 1 millimeter ഡയമീറ്ററിൽ. ഓക്കെ. ദെൻ സർഫസ് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10 millimeter ഡയമീറ്ററിൽ എന്താണ് സോയിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന സിറ്റുവേഷനാണ് എന്ത് സർഫസ് ക്രീപ്പ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇനി എന്താണ് നമ്മുടെ സോയിൽ ഇറോഷന് എന്തൊക്കെയാണ് വേറെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ, അതായത് പല സ്ഥലങ്ങളിലും നമുക്ക് ഈക്വലൈസ് ചെയ്ത് മഴ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സോയിൽ ഇറോഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ ചില ഭാഗത്തത്തെ മണ്ണ് മാത്രം എന്ത് ചെയ്യും റിമൂവ് ആയി പോകും, മറ്റു ഭാഗത്ത് റിമൂവ് ആയി പോവില്ല. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കോസസ് ഹെവി റെയിൻ, അതായത് ഒരുപാട് നല്ല മഴയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സോയിൽ ഇറോഷൻ സംഭവിക്കും. ദെൻ ലാക്ക് ഓഫ് വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെയൊക്കെ നമ്മുടെ ഉള്ള ഭൂമിയിലുള്ള ആ ഒരു പച്ചപ്പ് അതൊക്കെ അതിൻ്റെയൊക്കെ കുറവ് കാരണം, അല്ലെങ്കിൽ മരങ്ങൾ ചെടികൾ ഈ shrubs ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അപ്പം അവരുടെയൊക്കെ കുറവ് കാരണം എന്താണ് നമുക്ക് മണ്ണൊലിപ്പ് ഉണ്ടാവാൻ കാരണമാവും. ദെൻ സോയിൽ മിസ്മാനേജ്മെൻറ്റ്, നമ്മുടെ മണ്ണ് ശരിക്കും അല്ലെങ്കിൽ സോയിൽ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണം എന്താണ് സോയിൽ ഇറോഷൻ സംഭവിക്കാം. അത് ഏതൊക്കെയാണെന്നാണ് ABCD എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫാൾട്ടി സർഫസ് ഡ്രെയിനേജ് മെത്തേഡ്സ്, അതായത് നമ്മുടെ ഡ്രെയിനേജ് മെത്തേഡ്സ്, അതായത് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജസ് ഒക്കെ അല്ലേ, അതിൻ്റെയൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണൊക്കെ എന്ത് ചെയ്യും നശിക്കപ്പെടും. അതുപോലെ തന്നെ ഓവർ ഗ്രേസിങ്, ഈ ജന്തുക്കളൊക്കെ എന്താണ് ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ മേഞ്ഞ് നടന്ന അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ അവർ പുല്ലുതൊക്കെ തിന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം എന്താണ് ക്ലീൻ ആയിട്ട് അവിടെ ഒരു എന്താണ് ടോപ്പ് സോയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഇവർ കഴിച്ചിട്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ട് മീൻസ് അവർ അത് കൂടെ ഒക്കെ നടന്ന് ആകെ വൃത്തികേടാക്കിയിടും. അപ്പോൾ ആ ഒരു സ്ഥലം എന്താണ് നമുക്കവിടെ എന്താണ് സോയിൽ ഇറോഷൻ സംഭവിക്കാനുള്ള കാരണമാവും. ദെൻ റോങ് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, അതായത് കൃഷി നമ്മളൊരു ശരിയല്ലാത്ത രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സോയിൽ ഇറോഷന് കാരണമാവും. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സോയിൽ ഇറോഷൻ, ആ ഒരു ഏരിയത്തെ മരങ്ങൾ മൊത്തം നശിക്കപ്പെടുകയാണ്. സോ അവിടെ എന്താണ് സോയിൽ ഇറോഷൻ സംഭവിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡ്രൈ ആൻഡ് സെമി എറിഡ് ഏരിയ, അതായത് നമ്മൾ മഴയൊന്നും ലഭിക്കാത്ത ഏരിയാസൊക്കെ ഉണ്ടാവില്ലേ, വരണ്ട പ്രദേശങ്ങൾ. അതുപോലെ തന്നെ ഈ സെമി അറിഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന ഏരിയയാണ് സെമി അറിഡ് ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ എന്താണ് മഴ തീരെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആകെ പൊടി പടലങ്ങളും കാര്യങ്ങളും, അപ്പോൾ കാറ്റൊക്കെ നന്നായിട്ടുണ്ടാകുമ്പോൾ ആ ഒരു ടോപ്പ് സോയിലുള്ള മണ്ണൊക്കെ എന്താണ് റിമൂവ് ആയി പോവും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഓരോരോ കാരണങ്ങളാണ്, സോയിൽ ഇറോഷനുള്ള കാരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? താങ്ക് യു.